ചെറിയൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വന്നതാണ്. ഞാനിപ്പം വട്ടവട ടു മൂന്നാർ റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് അവിടെ കുറച്ച് ക്യാമ്പിംഗ് ഉണ്ടായിരുന്നു. ഞാനൊരു പാക്കേജ് വേറൊരു ഇത് കോർഡിനേറ്റ് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ രാവിലെ ഇറങ്ങിയതാണ്, ഒരു 10-11 മണിയായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയതാണ്. അപ്പം നിങ്ങളോട് പറയാണ്, മൂന്നാർ ഇപ്പം അത്യാവശ്യം ഈവനിങ് ടൈമിൽ നല്ല ക്ലൈമറ്റ് ഉണ്ട്. ഓക്കെ, അപ്പം ആ ക്ലൈമറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് സാറ്റർഡേ സൺഡേസിലൊക്കെ ഭയങ്കര ടൂറിസ്റ്റ് ആൾക്കാർ, നമ്മളെപ്പോലെയുള്ളവരും പുറമേ നിന്നും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അവരെല്ലാം വന്ന് ടൂറിസ്റ്റ് ബസ്, ടാക്സീസ്, ലൈക്ക് 2 വീലേഴ്സ് എല്ലാം വന്ന് ഭയങ്കര ഹെവി ബ്ലോക്ക് കിട്ടുന്നുണ്ട് വട്ടവട ഏരിയയിൽ. വട്ടവട പിന്നെ ടോപ്പ് സ്റ്റേഷൻ ഏരിയയിൽ നല്ല ബ്ലോക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ ഏകദേശം 1.5-2 മണിക്കൂർ ബ്ലോക്ക് കിട്ടിയിട്ട് കിടക്കുകയാണ്. അപ്പം ഞങ്ങളുടെ അടുത്ത ലൊക്കേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, ക്യാമ്പിങ്ങിൻ്റെ അടുത്ത ലൊക്കേഷനിലേക്ക് ഗസ്റ്റിനെ എത്തിക്കാൻ വേണ്ടിയിട്ട് നല്ല ലേറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ മൂന്നാർ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ സാറ്റർഡേ സൺഡേസ് മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. ആൻഡ് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും ഇല്ലാതെ കൂടി വരിക. പ്ലാനോട് കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മൂഞ്ചി തെറ്റി നിൽക്കേണ്ടതാണ്. കുറേ നേരമായിട്ട് ബ്ലോക്കിൽ കിടക്കുന്നുണ്ട്. ഒത്തിരി ടൂറിസ്റ്റുകൾ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്നുള്ള രീതിയിലാണ്. ഞാൻ ഇത് 8 ഷോ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓൾറെഡി ഇറങ്ങിയപ്പോൾ നല്ല അത്യാവശ്യം ചെറിയ ക്ലൈമറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ചുമ്മാ എടുത്ത് വീശിയിട്ടതാണ്. പിന്നെ കൂളിംഗ് ഗ്ലാസ് എൻ്റെ ഒരു പ്രൊട്ടക്ഷൻ, കണ്ണിൻ്റെ പ്രൊട്ടക്ഷൻ. ചുമ്മാ അപ്പോൾ ചുമ്മാ പറഞ്ഞാണേ. അപ്പോൾ ഇതൊരു ഇൻഫർമേഷനാണ്. വട്ടവട ടോപ്പ് സ്റ്റേഷൻ പോകാനുള്ള ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ ഈ സാറ്റർഡേ സൺഡേസ് ഒഴിവാക്കിയിട്ട് വീക്ക് ഡേയ്സിൽ മാക്സിമം വരാൻ നോക്കുക. നല്ല ബ്ലോക്ക് കിട്ടും. ഒന്നാമത് റോഡിൽ മണ്ണിടിഞ്ഞ് റോഡിൻ്റെ പണികളൊക്കെ നടക്കുന്നതുകൊണ്ട് നമുക്ക് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും, ഇപ്പം തന്നെ വീണ്ടും വണ്ടി സ്റ്റക്കായി. 2 മണിക്കൂർ കിടന്നിട്ടാണ് ഞാൻ ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. സോ അത്രയ്ക്കും